ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവ് ദേവസ്വം ആലിപ്പറമ്പ് സഹോദരന്മാർ സ്മാരകവാദ്യ കലാക്ഷേത്രം തുടങ്ങി. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ.കെ. വാസു ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രകലകൾ പരിശീലിപ്പിക്കാൻ ക്ഷേത്രം കാണിക്കുന്ന താൽപര്യം അഭിനന്ദനാർഹമാണെന്ന് ഒ.കെ. വാസു പറഞ്ഞു. ഈ പ്രകാശനം നിർവഹിക്കുന്നതോടുകൂടി ഇവിടെ ചെർപ്പുളശ്ശേരി വാദ്യകലാക്ഷേത്രം എന്ന സങ്കല്പം സത്യമായി ഭവിച്ചു കഴിഞ്ഞു. ഈ സത്യത്തിനോടൊപ്പം വാദ്യകലാകാരന്മാരും കലാകാരന്മാരുടെ മനസ്സും എക്കാലവും സഞ്ചരിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ ഞെരളത്ത് രാമദാസിന്റെയും അമ്പലപ്പുഴ വിജയകുമാറിന്റെയും സോപാന സംഗീതത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ശ്രീ ആദരവ് പ്രകടിപ്പിക്കുന്നു. ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ജയ 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 തിരുവാങ്കുന്നിലമ്മേ. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ.കെ. വാസു ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രകലകൾ പരിശീലിപ്പിക്കാൻ ക്ഷേത്രം കാണിക്കുന്ന താൽപര്യം അഭിനന്ദനാർഹമാണെന്ന് ഒ.കെ. വാസു പറഞ്ഞു. ധർമ്മം രക്ഷിച്ച, ജനങ്ങളെ രക്ഷിച്ച, ലോകത്തെ രക്ഷിച്ച ആ യുദ്ധത്തിൻ്റെ കഥകൾ അയവിറക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു പുണ്യകർമ്മം കൂടി നമ്മൾ നടത്തുന്നത്. നമുക്കറിയാം, ഈ നവരാത്രി ഉത്സവങ്ങൾ പല പേരുകളിലാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. കേരളത്തിൽ അത് നവരാത്രിയാണ് ആഘോഷിക്കപ്പെടുന്നതെങ്കിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി.സി. ബിജു അധ്യക്ഷനായി. എൽ.പി. രാമദാസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി കെ. ദിനേശൻ സ്വാഗതം പറഞ്ഞു. ചെർപ്പുളശ്ശേരി ശിവൻ, കല്ലൂർ രാമൻകുട്ടി മാരാർ എന്നിവർ മുഖ്യാതിഥികളായി. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ എ. രാമസ്വാമി, ഏരിയ കമ്മിറ്റി ചെയർമാൻ എം. ദണ്ഡപാണി, അസിസ്റ്റന്റ് കമ്മീഷണർ ആർ. വേണുഗോപാൽ, കോങ്ങാട് മധു, കക്കാട് രാജപ്പൻ മാരാർ, ശുക്കപുരം ദിലീപ്, മുളയങ്കാവ് അരവിന്ദാക്ഷൻ, സി. രാജേഷ് എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ 4ാം ഘട്ട പുനരുദ്ധാരണ പ്രവൃത്തികളുടെ പദ്ധതിരേഖ പ്രകാശനവുമുണ്ടായി. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, തിമില തുടങ്ങിയ ക്ഷേത്രവാദ്യങ്ങളും സോപാന സംഗീതവും ദേവസ്വം കെട്ടിടത്തിൽ നടത്തുന്ന കളരിയിൽ അഭ്യസിപ്പിക്കും. CCN ചെർപ്പുളശ്ശേരി.